ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സപ്ലൈയെ കുറിച്ച് പറയാൻ പോകുന്ന കേട്ടോ. എന്ന് വെച്ചാൽ കുറേ പേര്, ഞാൻ നോർമലി നേരത്തെ ടി കെ എമ്മിൽ കുറേ വീഡിയോസ് ഇങ്ങനെ ചെയ്യുമ്പോഴേ ബ്രോ ഇത് സപ്ലി വരാറുണ്ടോ, ഈ സബ്ജക്റ്റ് സപ്ലി വരാറുണ്ടോ, അതോ ഭയങ്കര പാടാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ പറയുക, എൻ്റെ അഭിപ്രായം മാത്രം പറയുക കേട്ടോ. ഞാൻ അല്ലാതെ വേറെ കൂട്ടിച്ചേർക്കുകയോ അല്ലാതെ ഇല്ലാത്ത കാര്യം പറയുമൊന്നുമില്ല. നോർമലി എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങൾ മാത്രം പറയുകയാണ്, സപ്ലി പറയുകയാണ് കേട്ടോ, സപ്ലൈ പറ്റി. ഓക്കെ, ഇപ്പം എന്നോടിപ്പം വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇടാറുണ്ട്, ബ്രോ ഇത് പഠിച്ചാൽ സപ്ലൈ ആണോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ സപ്ലൈ കിട്ടുമോ, അതിൽ പാടുള്ള സബ്ജക്റ്റ് ആണോ, അതെങ്ങനെ, അത് പഠിക്കാൻ സിമ്പിൾ ആണോ, അങ്ങനെയൊക്കെ കുറേ ചോദിക്കാം കേട്ടോ. ഇങ്ങനെ ചോദിക്കുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എല്ലാ സബ്ജക്റ്റും ഒരുവിധം ബിടെക്കിലെ എനിക്ക് തോന്നുന്നു എല്ലാ കോഴ്സിനും അപേക്ഷിച്ച് ബിടെക് കുറച്ച് പാടാണ്. ബിടെക്കും നേഴ്സിങ്ങും കുറച്ച് പാടാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ പ്രത്യേകിച്ച് അങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവർക്ക്, പാടുള്ളവർക്ക് ചിലപ്പം ചില സമയത്ത് ചില സിറ്റുവേഷൻ കാരണം ചിലവർ പോയി ബിടെക്കിന് അഡ്മിഷൻ എടുക്കും. അഡ്മിഷൻ എടുക്കുമ്പോഴെന്ത് ചെയ്യും, അഡ്മിഷൻ എടുത്ത് ഫസ്റ്റ് ഇയർ നല്ലപോലെ പോകും, സെക്കൻഡ് ഇയർ നല്ലപോലെ പോകും, പിന്നെ തേർഡ് ഇയർ, സെക്കൻഡ് ഇയർ അല്ല സെക്കൻഡ് സെം നല്ലപോലെ പോകും. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആകുമ്പം പിന്നെ കുറച്ചുകൂടെ ടഫ് സബ്ജക്റ്റ് ഒക്കെ വരും. എന്ന് വെച്ചാൽ കോർ സബ്ജക്റ്റ് വരും, നല്ല കോർ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ പഠിപ്പിക്കുന്നതും പറയുന്നതും പഠിക്കേണ്ടതും ഒക്കെ. അന്നേരം അതിലൊക്കെ സപ്പോസ് ഇടയ്ക്കൊക്കെ സപ്ലി വരാറുണ്ട് ചിലവർക്കും. ഇപ്പം എനിക്കായാലും സപ്ലി ഉണ്ട്, പഠിക്കുന്നവർക്കും ചിലവർക്ക് സപ്ലി ഉണ്ട്. അതുപോലെ പഠിച്ച് പോകുന്നവർക്ക് സപ്ലി കാണത്തില്ല. എന്ന് വെച്ചാൽ ആ രീതിയിൽ പഠിച്ചു പോകുന്നവർക്ക്. ഇപ്പം ചിലവരാണെങ്കിൽ ചില മൈൻഡല്ലേ, ഓരോരുത്തർ പഠിക്കുന്ന ഓരോ മൈൻഡായിരിക്കും. ചിലവർ തലേന്ന് ഇരുന്ന് പഠിക്കും, ചിലവർ ഒരു മാസം മുന്നേ പഠിക്കും, ചിലവർ പഠിക്കാതെ പോയി എഴുതും, പാസ്സാവുന്നവരുണ്ട്. അങ്ങനെ പല ടൈപ്പുള്ള ആൾക്കാരുണ്ട്. അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ അതിലുള്ള സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇനി ഫസ്റ്റ് ഇയേഴ്സ് വരാൻ പോകുന്നവരാണെങ്കിലും സെക്കൻഡ് ഇയേഴ്സ് ആവാൻ പോകുന്നവരാണെങ്കിലും തേർഡ് ഇയർ ആവുന്നവരാണെങ്കിലും ഇത് ഫുള്ള് കോർ സബ്ജക്റ്റാണ് ഉള്ളത് മാക്സിമം. പിന്നെ കുറച്ച് തിയറിയേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ക്രെഡിറ്റ്സ് ഇല്ലാത്ത കുറച്ച് തിയറീസ് ഉണ്ട്. അതുപോലെ കുറച്ച് ചെറിയ സബ്ജക്റ്റേ ഉള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് കോർ സബ്ജക്റ്റാണ് കുറച്ച് പാട്. ബാക്കിയെല്ലാം തിയറിയൊക്കെ നമുക്ക് പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി സെറ്റാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് പിന്നെ സപ്ലി വരാതിരിക്കാൻ നോക്കാം. പിന്നെ സപ്ലി വരാതിരിക്കാൻ നോക്കുക വെച്ചാൽ പഠിക്കുക. നിങ്ങൾ ഒരുവിധം നോക്കി സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി അതിനുള്ള പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ട്യൂഷന് പോയി പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഫ്രണ്ട്സിനെ ചോദിച്ച് പഠിക്കുക. ഇങ്ങനെയൊന്നും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ സപ്ലൈ ആവുന്നത്, അല്ലെങ്കിൽ പഠിക്കാത്തതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും സപ്ലൈ വരുന്നത്. പിന്നെ ഒന്നാമത്തെ മെയിൻ പോയിന്റ് പറഞ്ഞാൽ ഞങ്ങളിപ്പം സപ്ലൈ അടിച്ചിരിക്കുന്ന കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇന്റേണൽ പോയിന്റ് ഇല്ല. ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഇന്റേണൽ പോയിന്റ്, ഇന്റേണൽ മാർക്ക് ഉണ്ട്. അന്ന് ഇന്റേണൽ മാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സെമ്മിൻ്റെ ഇടയ്ക്ക് 2 സീരിയസ് എക്സാം ഉണ്ട്. അതൊരു 50 മാർക്കിൻ്റെ എക്സാം, 50 മാർക്കിന്. അന്നേരം 50-ൽ എല്ലാം ഒരുവിധം പാസ്സാവണം. പിന്നെ പ്രോജക്റ്റ്, അസൈൻമെൻറ്റ്, ഇതിൻ്റെ എല്ലാം മാർക്കോടെ ചേർത്ത് ശതമാനം ആക്കിയിട്ടായിരിക്കും ഔട്ട് ഓഫ് 50-ൽ നമുക്കൊരു 35 മാർക്ക് കിട്ടണം. 35 മാർക്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മളത് 35 മാർക്ക് കിട്ടിയാലും നമുക്ക് മെയിൻ എക്സാമിന് 40 മാർക്ക് വാങ്ങി 40-35 കൂടി 75 മാർക്കിലൂടെ പാസ്സാകാൻ പറ്റത്തുള്ളൂ. ആ 75 മാർക്കിന് താഴെ ആണെങ്കിൽ 74 ആണെങ്കിൽ നമ്മൾ ഫെയിലായി. ഇപ്പം ഇൻറ്റേർണൽ മാർക്ക് കുറഞ്ഞാലോ നമുക്ക് സെം എക്സാം മാർക്കിന് കൂടുതൽ മാർക്ക് മേടിക്കണം, കൂടുതൽ എഴുതേണ്ടി വരും. 40 മാർക്ക് മേടിച്ചാൽ മതിയായിരുന്നു ഏത് ഇൻറ്റേർണൽ മാർക്ക് 35 ഉള്ളപ്പോൾ. പക്ഷേ ഇൻറ്റേർണൽ മാർക്ക് ഒരു 30, 25, 20 ആണെങ്കിൽ ആ രീതിയിൽ എക്സാം എഴുതിയെടുക്കണം. മനസ്സിലായി? ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് ഒരു 30 ഉള്ളൂ, ഓക്കെ, 30 ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 25 ഉള്ളൂ, 10 മാർക്ക് കുറഞ്ഞു. അന്നേരം 10 മാർക്ക് കൂട്ടി വാങ്ങണം സെം എക്സാമിന്. 40 മാർക്ക് വാങ്ങേണ്ട അടുത്ത് 50 മാർക്ക് വാങ്ങിയെടുക്കണം. ഞങ്ങളുടെ ഏറ്റവും വലിയ മോശം അനുഭവം എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ മാർക്ക്. എങ്ങനെ ഇൻറ്റേർണൽ മാർക്ക് കുറഞ്ഞ്, ഇൻറ്റേർണൽ മാർക്ക് ഒരുവിധം സീരിയസ് എക്സാമിന് ചിലപ്പോൾ മാർക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് വെക്കാത്തതിൻ്റെ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇൻറ്റേർണൽ മാർക്ക് കുറയുന്നത്. പക്ഷേ നമ്മൾ അസൈൻമെൻറ്റ് ഒരു ഇതൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ സീരിയസ് എക്സാമിന് മാർക്ക് കുറവ്, അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും ഇൻറ്റേർണൽ മാർക്ക് നല്ലപോലെ കുറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല, നമുക്ക് സെം എക്സാം എങ്ങനെയെങ്കിലും പാസ്സായി പോകും. പക്ഷേ നമുക്ക് എല്ലാ എക്സാമും, നമ്മൾ സെം എക്സാം ഉണ്ടല്ലോ, നമുക്ക് എല്ലാ എക്സാമിനും 40 മാർക്ക് വെച്ചുണ്ട്. 40 മാർക്ക്. ഇൻറ്റേർണൽ മാർക്ക് 35 ഇല്ലാത്തതുകൊണ്ട് കാരണമാണ് നമുക്ക് സപ്ലി അടിക്കുന്നത്. കൂടുതൽ വരും, അങ്ങനെ തന്നെ കൂടുതൽ വരും. പിന്നെ ഇൻറ്റേർണൽ മാർക്ക് ഏറ്റവും കൂടുതലുള്ളവരുണ്ട്, കുറവുള്ളവരുണ്ട്.
അങ്ങനെയൊക്കെ നമുക്ക് മിനിമം 35 ഇന്റേണൽ മാർക്ക് കിട്ടിയാൽ മതി. 40 മാർക്ക് എങ്ങനെയെങ്കിലും നമ്മൾ എഴുതിയെടുക്കും. പക്ഷെ അത് ഒക്കുന്നില്ല, എന്ന് വെച്ചാൽ ഇന്റേണൽ കുറവായതുകൊണ്ട്. അങ്ങനെ സപ്ലൈ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരിക്കലും സപ്ലൈ അടിക്കാതെ നോക്കുക. ഇന്റേണൽ മാർക്ക് മേടിച്ചെടുത്ത് വെച്ചാൽ പിന്നെ സീനില്ല, സപ്ലൈ അടിക്കത്തുമില്ല, നൈസായിട്ട് പോകും. 40 മാർക്ക് മതിയല്ലോ എഴുതിയെടുക്കാനാണ്. അല്ല മൊത്തം 100ൽ 100 വേണമെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇത്. പാസ്സാവാൻ 40 മാർക്കും 35 ഇന്റേണലും കിട്ടിയാൽ പാസ്സാവും. അതിൽ കൂടുതൽ വാങ്ങാൻ നോക്കണം. എന്നുവെച്ചാൽ അതിലും തെറ്റും മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ഒരു മാർക്ക് കുറഞ്ഞു വരും. അങ്ങനെയൊക്കെ ഉള്ളു. സപ്ലി വരുന്ന കാരണങ്ങൾ ഇതൊക്കെയോ, ഒന്നെങ്കിൽ പഠിക്കാത്ത കാരണം, അല്ലെങ്കിൽ കയ്യിരിപ്പിൻ്റെ കാരണം, അല്ലെങ്കിൽ എഴുതിയിട്ട് ചിലവരുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പോയിരുന്നിട്ട് മറന്നു പോകും. മൈൻഡ് ഒന്ന് ബ്ലൈൻഡ് ആവും, കാണത്തില്ല, ഒന്നും വരത്തില്ല. ഇപ്പോൾ തലേ പഠിച്ച കാര്യങ്ങളൊന്നും. അങ്ങനെയുള്ളവരുണ്ട്. മൂന്നാമത്തത് പിന്നെന്തുവാ, ഇന്റർണൽ മാർക്ക് കുറഞ്ഞ് സപ്ലൈ അടിക്കുന്നവരുണ്ട് 4. പിന്നെന്തുവാ, പിന്നെ ഏതൊക്കെ രീതിയിലാണ്, പിന്നെ ഈ രീതിയിലൊക്കെ ഉള്ളു. പിന്നെ എന്തെങ്കിലും അസുഖം വന്ന്, പനി എന്തെങ്കിലും റീസൺസ് വന്ന് എക്സാം എഴുതാതെ പോകും. അങ്ങനെ സപ്ലൈ വരാറുണ്ട്. അങ്ങനെയൊക്കെ സപ്ലൈ വരാറുള്ളൂ. നിങ്ങളും സപ്ലൈ വരാതെ നോക്കൂ. പഠിക്കേണ്ട രീതിയിലാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ പഠിച്ച് എക്സാം എഴുതൂ. അതേ എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരും. അല്ലാതെ വേറെ കാര്യങ്ങളും എനിക്ക് വല്ലാതെ അറിഞ്ഞുകൂടാ. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ 4 വർഷം കോളേജിൽ പഠിക്കുന്നുണ്ട്. അന്നേരം ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇത്ര കാര്യങ്ങളാണ് സപ്ലൈ വരാനുള്ള കാരണം. അല്ലാതെ മനഃപൂർവ്വം ടീച്ചർമാർ സപ്ലൈ ആക്കുന്നതൊന്നുമല്ല. ഇത് നമ്മുടെ കയ്യിൽ ഒരു കഴിവാണ്. അതൊക്കെ എല്ലാം ചെയ്തെടുക്കണം, ഇന്റർണൽ മാർക്ക് കിട്ടണം എന്നൊക്കെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾ നോക്ക്, എല്ലാം കൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ എക്സാമൊക്കെ സപ്ലൈ ഉള്ളവർ സപ്ലൈ എഴുതി എടുക്കാൻ നോക്ക്. അല്ലാത്തവർ ട്യൂഷന് പോവും. അങ്ങനെയൊക്കെ ചെയ്ത് സപ്ലൈ എഴുതി എടുക്കാൻ നോക്കി. എന്നാലും പെട്ടുപോയി, തീർക്കാൻ പറ്റത്തില്ല. സോ സെറ്റാക്ക്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.